നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നേവിയും കോസ്റ്റൽ ഗാർഡും പോലീസുമെല്ലാം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഒരു ഷിപ്പ്, കണ്ടെയ്നർ വഹിച്ചുകൊണ്ടുപോയ ഷിപ്പ് മറിഞ്ഞത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ തീരത്തുള്ളവർക്കൊക്കെ തന്നെ ലഭിച്ചത്. ആദ്യം ഒന്നോ രണ്ടോ കാർഗോ മാത്രമാണ് കടലിൽ പതിച്ചത്. കപ്പൽ ആ സമയത്ത് വളരെ ചെരിഞ്ഞ് അപകട നിലയിലായിരുന്നു. പക്ഷേ ഇന്ന് അപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകളൊക്കെ പ്രകാരം തന്നെ കപ്പൽ ഏകദേശം അതിൻ്റെ ഒരു 90% മുങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് അറബിക്കടലിൽ ചെരിഞ്ഞ ചരക്ക് കപ്പൽ കൂടുതലായി മുങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൂടുതൽ ചെരിയാതെ കപ്പൽ നിവർത്താനുള്ള ശ്രമം ആരംഭിക്കുന്നതിന് മുന്നേ കപ്പൽ കൂടുതൽ ചെരിഞ്ഞ് മുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതാണ് രക്ഷാപ്രവർത്തനം വളരെ ദുർഘടമാക്കുന്നത്. ഇന്ന് രാവിലെയാണ് കൂടുതൽ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് പതിച്ചു തുടങ്ങിയത്. ഇതോടെ തന്നെ കടുത്ത ആശങ്കയാണ് ഉയർന്നിട്ടുള്ളത്. എന്താണ് ആ കണ്ടെയ്നറിനുള്ളിൽ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ ഓയിലോ മറ്റുള്ള സാധനങ്ങളോ ആണെങ്കിൽ കടലിൽ തീർച്ചയായിട്ടും വളരെ അപകടം നിറഞ്ഞൊരു അവസ്ഥ തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്. അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ കപ്പൽ മുങ്ങിയാൽ അത് ഒരുപക്ഷെ വലിയ പരിസ്ഥിതി നാശത്തിനും വഴിവെച്ചേക്കാം. സംഭവത്തിൽ കൂടുതൽ പരിസ്ഥിതി നാശം ഒഴിവാക്കുന്നതിനായുള്ള വഴികൾ ഇന്ത്യൻ നാവികസേനയും ആരംഭിച്ചിരുന്നു. കപ്പലിനെ കെട്ടിവലിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള വിദഗ്ധ വിലയിരുത്തലുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ മുങ്ങാൻ തുടങ്ങിയത് ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം കപ്പലിൽ തുടർന്ന 3 ജീവനക്കാരെയും നാവികസേനയുടെ INS സുജാത രക്ഷപ്പെടുത്തി. കപ്പലിന് വളരെ അടുത്തായി INS സുജാത ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അതും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതൃകമ്പനിയുടെ മറ്റൊരു കപ്പലും പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും കപ്പലുകളും നാവികസേന കപ്പലുകളും പ്രദേശത്ത് നിലയുറപ്പിച്ച് സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ധനം ചോർന്നാൽ അത് കടലിലെ ജീവികളെ ബാധിക്കും. കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നീക്കുന്നതിനും വിദഗ്ധ സംവിധാനത്തിന്റെ ആവശ്യങ്ങളുണ്ട്. കപ്പലിൽ നിലവിലുള്ളതും കടലിൽ ഒഴുകി നടക്കുന്നതുമായ കണ്ടെയ്നറുകളിലെ കാർഗോ എന്താണെന്ന് കപ്പൽ കമ്പനിക്ക് മാത്രമേ അറിയാനാകൂ. കപ്പലിൽ ഉപയോഗിക്കുന്ന ബങ്കർ ഓയിൽ ആയിരിക്കാമെന്ന് കേരള മാരിടൈം ബോർഡ് മുൻ ചെയർമാനും മാരിടൈം നിയമത്തിൽ വിദഗ്ധനുമായ സീനിയർ അഭിഭാഷകൻ VJ മാത്യു പറഞ്ഞു. കണ്ടെയ്നറുകളിൽ ഓയിൽ കൊണ്ടുപോകുന്നത് അപൂർവമാണ്. എന്ത് ഓയിൽ ആണെങ്കിലും കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അത് അപകടകരമാണ്. മത്സ്യസമ്പത്തിനടക്കം ഭീഷണിയാണ്. ഓയിൽ കടലിൽ പടരുന്നത് അമേരിക്ക ഉൾപ്പെടെ ചില രാജ്യങ്ങളിൽ വലിയ കുറ്റമാണ്. കപ്പലിന്റെ ക്യാപ്റ്റനെ വരെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തക്കതായിട്ടുള്ള ശിക്ഷയാണ് ഇത്. കേരള തീരത്ത് ഞാറക്കലിൽ 2015 ഇത്തരത്തിൽ കപ്പൽ മുങ്ങിയിട്ടുണ്ട്. അന്ന് അൽബേനിയയുടെ MV മറിയ എന്ന കപ്പലായിരുന്നു മുങ്ങിയത്. കപ്പലിൽ ദ്വാരം വീണതിനാൽ വെള്ളം കയറുന്ന അവസ്ഥയിലായിരുന്നു അന്ന് കപ്പൽ. ഇരുമ്പ് കമ്പിയുമായി എത്തിയ കപ്പലായിരുന്നു. എന്നാൽ കൊച്ചി തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ അനുമതി നൽകിയില്ല. അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാതെ കപ്പൽ ചെരിഞ്ഞ് മുങ്ങുകയായിരുന്നു. ചെളിയിൽ പൂണ്ട കപ്പൽ പിന്നീട് ഉയർത്താനും കഴിഞ്ഞില്ല. കണ്ടെയ്നറുകൾ കടലിൽ വീഴുന്നതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവ കപ്പലിൽ ഉറപ്പിക്കുന്നതിലുണ്ടാകുന്ന പിഴവാണ്. സ്റ്റീൽ ദണ്ടുകളും പ്രത്യേകതരം ലോക്കുകളും ഇരുമ്പ് വടങ്ങളും ഉപയോഗിച്ച് കപ്പലിൽ ഉറപ്പിക്കുന്നതിന് ലാച്ചിങ് എന്നാണ് പറയുന്നത്. കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രക്ഷുബ്ധമായ കടലിൽപ്പെട്ട് കപ്പൽ ആടി ഉലയുമ്പോൾ കടലിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ലോക്കിന്റെ തകരാർ കാരണം അടിഭാഗം കൊണ്ട് കണ്ടെയ്നർ ഉലഞ്ഞു തുടങ്ങുമ്പോൾ വശങ്ങളിൽ നിന്ന് കെട്ടിയുറപ്പിച്ചിട്ടുള്ള സ്റ്റീൽ റോഡുകൾ പൊട്ടിമാറിയതും അപകടമുണ്ടാവാം. അമിതഭാരം കയറ്റിയാലും അപകടത്തിനിടയാക്കും. കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച ശേഷമാണ് കപ്പൽ തീരം വിടാറുള്ളത്. കഴിഞ്ഞ ദിവസം കേരള തീരത്തിനോട് ചേർന്ന് കടൽ പ്രക്ഷുബ്ധമായിരുന്നെന്നും ചുഴലിക്കാറ്റുണ്ടായിരുന്നതായും വിവരമുണ്ട്. കണ്ടെയ്നറുകൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും കപ്പൽ ശക്തമായി ആടി ഉലഞ്ഞാൽ ഇത്തരം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമായാൽ ഇളകിയ കണ്ടെയ്നറുകൾ ഉറപ്പിക്കാനാകില്ല. കൂടുതൽ അപകടം ഒഴിവാക്കാൻ ചെരിഞ്ഞ കണ്ടെയ്നറുകൾ കെട്ടഴിച്ചു വിടാറുണ്ട്. അന്തർദേശീയ കപ്പൽ ചാലുകളിൽ കണ്ടെയ്നറുകൾ കടലിൽ വീഴുന്ന സംഭവങ്ങൾ അസാധാരണമല്ല. ഇവ ഉപേക്ഷിച്ച് കപ്പൽ നീങ്ങാറാണ് പതിവ്. കപ്പലിന്റെ ഭാരം ബാലൻസ് ചെയ്യുന്നതിനുള്ള ടാങ്കുകളിലെ തകരാറും കപ്പൽ ചെരിയാൻ ഇടയാക്കാറുണ്ട്. എന്നാൽ പുത്തൻ തലമുറ കാർഗോ ഷിപ്പുകളിൽ ഇതിനുള്ള സാധ്യത വിരളമാണ്. കപ്പലുകൾ ചെരിഞ്ഞാൽ ഇത്തരം ടാങ്കുകളിൽ വെള്ളം നിറച്ചാണ് സന്തുലിതമാക്കുന്നത്. പുലർച്ചെ 7 മണി വരെ കപ്പൽ സുരക്ഷിതമാണെന്ന വിവരമാണ് ആദ്യം പുറത്തു വന്നിരുന്നത്. പിന്നീട് കടൽ പ്രക്ഷുബ്ധമായതോടെയാണ് സ്ഥിതിഗതികൾ മാറിമറിഞ്ഞത്. കപ്പലിനുള്ളിലേക്ക് കൂടുതൽ വെള്ളം കയറുകയായിരുന്നു. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ MSC എൽസ 3 എന്ന കപ്പലാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്.
നാവികസേനയുടെ ഡ്രോണിയർ ഹെലികോപ്റ്റർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയിരുന്നു. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലെത്തി പിന്നീട് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതായിരുന്നു കപ്പൽ. 9 കണ്ടെയ്നറുകൾ കടലിൽ വീണെന്നായിരുന്നു ആദ്യം വന്ന വിവരം. ഇതിനെ തുടർന്ന് തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകൾ എറണാകുളം, ആലപ്പുഴ തീരത്തെത്താനാണ് കൂടുതൽ സാധ്യതയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. കൊല്ലം, തിരുവനന്തപുരം തീരത്ത് എത്താൻ വിദൂര സാധ്യതയുണ്ട്. ഉച്ചയോടെ കണ്ടെയ്നറുകൾ തീരത്ത് അടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ടെയ്നറിൽ എന്താണെന്ന വിവരം ഇപ്പോഴും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. സൾഫർ കലർന്ന ഇന്ധനമാണെന്ന് ചില സൂചനയുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1:25 കപ്പൽ 26 ഡിഗ്രി ചെരിഞ്ഞുവെന്നും കണ്ടെയ്നറുകളിൽ ചിലത് കടലിൽ വീണമെന്നുള്ള സന്ദേശം ആദ്യം തീരസേനയുടെ രക്ഷാകേന്ദ്രത്തിൽ ലഭിച്ചത്. തുടർന്ന് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് തീരസേനയുടെ ഡ്രോണിയർ വിമാനവും പെട്രോൾ യാനങ്ങളായ ICGS അർണവേഷ്, ICGS സക്ഷം എന്നിവയും നാവികസേനയുടെ പെട്രോൾ യാനമായ INS സുജാന്തയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങുകയായിരുന്നു. കപ്പലിന്റെ കപ്പിത്താൻ റഷ്യക്കാരനാണ്. 20 ഫിലിപ്പീനുകളും 2 യുക്രൈൻകാരും 1 ജോർജിയക്കാരനുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ചെരിഞ്ഞ കപ്പലിൽ നിന്ന് കുറച്ച് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടകരമായ വസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് വിവരം. കപ്പലിൽ നിന്ന് മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നിവ ചോർന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിന്റെ തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകി. കാലവർഷ ആരംഭത്തെ തുടർന്ന് അതിരൂക്ഷമായ കടലക്ഷോഭത്തിൽപ്പെട്ടാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടെന്നാണ് വിവരം. തീരദേശത്തേക്ക് ഒഴുകി വരുന്ന വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾ 112 അറിയിക്കണമെന്നാണ് അറിയിപ്പ്. തീരദേശ പോലീസ് കേരള തീരത്തെ സ്ഥലങ്ങളിൽ മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തി ജാഗ്രത പാലിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മത്സ്യത്തൊഴിലാളികൾക്കടക്കം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരും ഇത്തരത്തിൽ ഇത് തീരത്തേക്ക് ഒരു കണ്ടെയ്നർ അടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനടുത്തേക്ക് പോകരുത്. ഉടൻ തന്നെ കോസ്റ്റൽ ഗാർഡിനെയോ പോലീസിനെയോ 112 വിളിച്ച് എത്രയും വേഗം തന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻസ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല അതീവ ജാഗ്രതയാണ് കേരളത്തിൽ ഇത് കണ്ടെയ്നറുകൾ അടുക്കാൻ സാധ്യതയുള്ള തീരദേശ മേഖലകളിലടക്കം തന്നെ നൽകിയിട്ടുള്ളത്.